എല്ലാവർക്കും നമസ്കാരം. ഇലേണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഇനി വരാൻ പോകുന്ന എക്സൈസ് ഡ്രൈവറിന്റെ നമ്മുടെ മുന്നിലേക്ക് വന്ന സിലബസ് അനുസരിച്ചുള്ള കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്സിനകത്തിൽ പറഞ്ഞിരിക്കുന്ന 4 മാർക്കിന് നമ്മളെ സഹായിക്കുന്ന അബ്കാരി ആക്ട് 1 ഓഫ് 1077 എന്ന് പറയുന്ന ഭാഗവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ച് ഈ പരീക്ഷ, ഈ ഡ്രൈവർ, എക്സൈസ് ഡ്രൈവർ എന്ന് പറയുന്ന ഈ യൂണിഫോം പോസ്റ്റിലേക്ക് ജോലി കിട്ടുവാൻ വേണ്ടിയുള്ള ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഈ പറയുന്ന ഡ്രൈവർ എക്സാം നേടിയെടുക്കുവാൻ വേണ്ടി ഇലേൺ കോഴ്സ് നടക്കുന്നുണ്ട്. ഇലേണിന്റെ എക്സൈസ് ഡ്രൈവർ എന്ന് പറയുന്ന ഒരു ബാച്ച് നമുക്ക് നമ്മളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നടക്കുന്നുണ്ട്. എല്ലാവർക്കും ജോയിൻ ചെയ്യാനുള്ള അവസരം ഇപ്പോഴും ഉണ്ട്. കൃത്യമായിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള സ്പെഷ്യൽ ടോപ്പിക്സ്, ജനറൽ ടോപ്പിക്സ്, ഡ്രൈവർ എക്സാമിന്റെ കൃത്യമായിട്ടുള്ള നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഇവയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. എല്ലാവരും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അബ്കാരി ആക്ട് ആണ്. അബ്കാരി ആക്ടിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഇലേണിൽ നിന്നും സൂരജ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നോക്കാം എന്താണ് അബ്കാരി ആക്ടിനെ പറ്റി. നോക്കി, എന്താണ് അബ്കാരി ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പതിയെ നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇതിന്റെ തുടക്കം എന്താണെന്ന് നോക്കി. അബ്കാരി ആക്ട് പാസ്സാക്കിയ വർഷം 1902 ഓഗസ്റ്റ് 5-നാണ്. എന്നാണ് 1902 ഓഗസ്റ്റ് 5-നാണ്. മറ്റേതെന്താണ് പറഞ്ഞിരിക്കുന്നത്? കൊല്ലവർഷമാണ്. നോക്കിയേ, കൊല്ലവർഷം 1077 കൊച്ചി മഹാരാജാവാണ് ഈ നിയമം പാസ്സാക്കുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത് ആരാണ് പാസ്സാക്കിയത്? കൊച്ചി മഹാരാജാവാണ് എന്ത് ചെയ്യുന്നത്? ഈ അബ്കാരി നിയമം നിലവിൽ വരാൻ വേണ്ടി കാരണക്കാരനായ വ്യക്തി എന്ന് ഓർത്തിരിക്കുക. ഏത് വർഷമാണ് നിലവിൽ വന്നത്? 1902 ഓഗസ്റ്റ് 5-നാണ്. അപ്പോൾ അബ്കാരി ആക്ട് നിലവിൽ വന്ന വർഷം 1902 ഓഗസ്റ്റ് മാസം 5-ാം തീയതിയാണ്. പഠിച്ചു വെച്ചിരിക്കണം കേട്ടോ, എളുപ്പമാണ്. ഇത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ഈ ഭാഗത്തുനിന്ന് ചോദ്യമുണ്ട്. കൊല്ലവർഷം 1077, ഏതാണ്? കൊച്ചി രാജാവാണ്, ഓർത്തിരിക്കുക. ഇനി അടുത്ത് നോക്കിയേ, ഈ നിയമം 1967 ആക്ട് 10 പ്രകാരം കേരളം മുഴുവൻ ബാധകമാണ്. അപ്പോൾ ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ ആണ്, അല്ലെങ്കിൽ ഇതിന്റെ വ്യാപ്തിയാണ് എവിടെ എന്ന് പറയുന്നത്? കേരളം മുഴുവൻ. അത് എപ്പോഴാണ് വന്നത് നോക്കിയേ? 1967 ആക്ട് 10 പ്രകാരമാണ്. ഏതാണ്? ആക്ട് 10 പ്രകാരമാണ്. കൊച്ചി മഹാരാജാവാണ് പാസ്സാക്കിയത്, നമുക്കറിയാം. എന്നാൽ ഇത് 1967 ആക്ട് 10 പ്രകാരം കേരളം മുഴുവൻ എന്താണ്? ബാധകമാണ് എന്ന് പറയുന്നു. ഇതിന്റെ വ്യാപ്തി എവിടെയാണ്? കേരളം മുഴുവൻ എന്താണ്? ഇതിന്റെ വ്യാപ്തിയുണ്ട്. അപ്പോൾ കേരളം മുഴുവൻ ഈ നിയമം ബാധകമാണ്. അബ്കാരി ആക്ട് 1977 രാഷ്ട്രപതി അംഗീകാരം നൽകിയത് വളരെ നല്ല ചോദ്യമാണ്, പഠിച്ചു വെച്ചിരിക്കുക. 1967 ജൂലൈ മാസം 29-നാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതിന് അനുമതി നൽകിയത് അല്ലെങ്കിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്, അംഗീകാരം നൽകിയത് ഏത് വർഷമാണ്? 1967 ജൂലൈ മാസം 29-നാണ്. ഏത് നിയമമാണ്? അബ്കാരി ആക്ട് 1077 ആണ്. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക, ഇത് ആക്ട് പാസ്സാക്കിയ വർഷം 1902 ഓഗസ്റ്റ് 5-നാണ്. ഇത് രാഷ്ട്രപതി ഇതിന് നിയമ അംഗീകാരം നൽകിയത് 1967 ജൂലൈ 29-നാണെന്ന കാര്യം ഓർത്തു വെച്ചിരിക്കുക. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. നോക്കി, ഇത് എന്തിനു വേണ്ടി കൊണ്ടുവന്നതാണെന്നാണ് പറയുന്നത്. മദ്യത്തിന്റെയോ മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയോ കയറ്റുമതി, ഇറക്കുമതി, വിപണനം, നിർമ്മാണം, വ്യാപാരം, കൈവശം വെക്കൽ എന്നിവയെ സംബന്ധിച്ചു കേരള സംസ്ഥാനത്തിനുള്ളിൽ നടപ്പിലാക്കിയിരിക്കുന്ന നിയമങ്ങളെയാണ് അബ്കാരി ആക്ട് 1077 എന്ന് പ്രതിപാദിക്കുന്നത്. അപ്പോൾ എന്താണ് അബ്കാരി ആക്ട് 1077 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരള സംസ്ഥാനത്ത് ലഹരി പദാർത്ഥങ്ങളും മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയും വിൽപ്പന, വാങ്ങൽ, അതുപോലെ കൈമാറ്റം ചെയ്യൽ, കയറ്റുമതി, ഇറക്കുമതി, ട്രാൻസ്പോർട്ടേഷൻ, ഉണ്ടോ, നിർമ്മാണം എന്നിവയെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നിവയുടെ ഇതിന്റെ എല്ലാ രീതികളും എങ്ങനെയൊക്കെ ആകണമെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന നിയമമാണ് ഏതെന്ന് പറയുന്നത്? അബ്കാരി ആക്ട് 1077 എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് അബ്കാരി ആക്ടിനകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇതങ്ങ് പഠിച്ചു വെക്കുക. മദ്യത്തിന്റെയോ മറ്റു ലഹരി പദാർത്ഥങ്ങളുടെയോ കയറ്റുമതി, ഇറക്കുമതി, വിപണനം, കയറ്റുമതി, ഇറക്കുമതി, വിപണനം, അല്ലെ ഇത് രണ്ടും വിപണനമാണല്ലോ. അതേപോലെ തന്നെ നിർമ്മാണം, ഇത് എങ്ങനെ ഉണ്ടാക്കണം, ഇത് ആരൊക്കെ ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കണം, ലൈസൻസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. വ്യാപാരം, കൈവശം വെക്കൽ എന്നിവയെ സംബന്ധിച്ച് കേരള സംസ്ഥാനത്തിനുള്ളിൽ നടപ്പിലാക്കിയിരിക്കുന്ന നിയമങ്ങളെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? അബ്കാരി ആക്ട് 1077 എന്ന് പറയുന്നത്.
നീ നോക്കിയേ, അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം, ഇതൊരു നിയമമാണല്ലോ, അപ്പോൾ അവിടെ എത്ര സെക്ഷനുകളുണ്ട്? 72 സെക്ഷനുകളുണ്ട്. അപ്പോൾ അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്? 72 ആണ്. ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ അബ്കാരി ആക്ടിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ്? 72 ആണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഈസി ആയിട്ട് അങ്ങ് പഠിച്ചേക്കണം, എന്റെ കൂടെ തന്നെ അങ്ങ് പഠിച്ചേക്കണം, എന്നാലേ നമുക്കിത് പെട്ടെന്ന് നമുക്ക് കിട്ടിപ്പോകത്തുള്ളൂ. 20 മാർക്കിന്റെ കാര്യം സ്പെഷ്യൽ ടോപ്പിക്സ് ആണ്, ഓർത്തോക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തു വെച്ചിരിക്കും. NDPS ആക്ട്, IT ആക്ട് എല്ലാം നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചിരിക്കും. വളരെ എളുപ്പമായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അടുത്ത് നോക്കാം. നോക്കിയേ, അധികാര പരിധിയാണ് നമ്മുടെ സിലബസിനകത്ത് പറയുന്നതാണ്. അപ്പോൾ ഈ പറയുന്ന അബ്കാരി ആക്ടിന്റെ ജുഡിസിഷൻ ആണ് എവിടെയാണെന്ന് അധികാര പരിധിയാണ്. അബ്കാരി ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുവാൻ ഒരു മജിസ്ട്രേറ്റിനുള്ള അധികാര പരിധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 50. അപ്പോൾ ജുഡിസിഷൻ എന്ന് പറയുന്നത് കേരള സംസ്ഥാനം മുഴുവനാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഓരോ ഭാഗത്തും കൃത്യമായിട്ട് പറയും, ഇന്ന സ്റ്റേഷൻ പരിധി, ഇന്ന ജില്ല, അങ്ങനെയൊക്കെ പറയത്തില്ലേ, അതിനെപ്പറ്റി പറയും. അബ്കാരി ഓഫീസർ എന്ന് പറയുന്ന ആരാണെന്ന് നമ്മൾ പഠിക്കും. അതായത് കേസൊക്കെ എഴുതുന്ന നമുക്ക് പഠിക്കാം. അബ്കാരി ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാൻ ഒരു മജിസ്ട്രേറ്റിനുള്ള അധികാര പരിധിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ. അപ്പോൾ മജിസ്ട്രേറ്റിനുള്ള അധികാര പരിധിയെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു സെക്ഷൻ, ഇന്ന കേസ്, ഇന്ന മജിസ്ട്രേറ്റ്, അദ്ദേഹത്തിന്റെ അധികാര പരിധി എന്താണെന്ന് പറയുന്നു എന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ ഏതാണെന്ന് നോക്കിയേ, സെക്ഷൻ 50 ആണ്. ഏതാണ്? സെക്ഷൻ 50 ആണ്. സെക്ഷൻ 50 പ്രകാരം ഈ പറയുന്ന ഈ അബ്കാരി ഓഫീസർ ഒരു കാര്യം കൊടുക്കുന്നു, ഒരു കേസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ആ കേസിന്റെ കാര്യങ്ങളെല്ലാം എഴുതി ആ കേസ് ഡയറി കൊടുത്തു കഴിഞ്ഞാൽ ആ മജിസ്ട്രേറ്റിന് എത്രമാത്രം പരിധിയുണ്ട്, അദ്ദേഹത്തിന് അതിനെപ്പറ്റി അന്വേഷിക്കാൻ അല്ലെങ്കിൽ ആ കേസ് എടുക്കാനുള്ള അധികാര പരിധി എവിടെ വരെ ഉണ്ടെന്ന് കൃത്യമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പാണ്, സെക്ഷനാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 50. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടല്ലോ? എളുപ്പമാണല്ലോ? സിമ്പിൾ ആണ്, ഈസി ആയിട്ട് പഠിച്ചു നോക്കുക. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത നമുക്ക് നോക്കാം എന്താണ്. നോക്കിയേ, സെക്ഷൻ 50 അബ്കാരി ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുവാനുള്ള മജിസ്ട്രേറ്റിന്റെ അധികാര പരിധി. ഉറപ്പായിട്ടും പഠിച്ചു നോക്കണം, എങ്ങനായാലും പഠിച്ചു നോക്കണം. നിങ്ങൾ ഈ ഹെഡിങ് ആയാലും അങ്ങ് പഠിച്ചു വെച്ചേക്കണം, ഒന്നും വേണ്ട, ഇത്രയെങ്കിലും പഠിച്ചു വെച്ചിരിക്കണം. നമുക്ക് നോക്കാം. സെക്ഷൻ 50 എന്താണ്? അബ്കാരി ഓഫീസർ, അതായത് കേസ് എടുത്ത എക്സൈസ് ഇൻസ്പെക്ടറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? അബ്കാരി ഓഫീസർ. അപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുവാനുള്ള മജിസ്ട്രേറ്റിന്റെ അധികാര പരിധിയെ പറ്റി പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 50. നമുക്ക് നോക്കാം. ഈ സെക്ഷൻ പ്രകാരം കുറ്റകൃത്യം സംബന്ധിച്ച അന്വേഷണം കൂടുതൽ കാലതാമസം ഇല്ലാതെ പൂർത്തിയായിരിക്കണം. അപ്പോൾ ഈ സെക്ഷൻ പ്രകാരം കുറ്റകൃത്യം സംബന്ധിച്ച, അല്ലാതെ ഒരു കുറ്റം കണ്ടെത്തി, ആ കുറ്റം കണ്ടെത്തിയതിനെ പറ്റിയുള്ള അന്വേഷണം ഇന്ന കാലസമയത്തിനുള്ളിൽ, ഇത്ര ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം? അന്വേഷിച്ച് കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കണം എന്നതാണ് ഇതിനകത്തിൽ പറയുന്നത്. സെക്ഷൻ 50 പറയുന്നത് അബ്കാരി ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാനുള്ള മജിസ്ട്രേറ്റിന്റെ അധികാര പരിധി കൃത്യമായിട്ട് ഓർത്തു വെച്ചിരിക്കണം. അതായത് ഒരു കേസ് കിട്ടി, ആ കേസ് കൃത്യസമയത്തിനുള്ളിൽ എന്ത് ചെയ്യുക? അത് അന്വേഷണം പൂർത്തീകരിക്കുക. അടുത്ത് നോക്കിയേ, അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടൻ തന്നെ അബ്കാരി ഓഫീസർ റിപ്പോർട്ട് അധികാര പരിധിയിലുള്ള ഒരു മജിസ്ട്രേറ്റിന് സമർപ്പിക്കണം. ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ അന്വേഷണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത് എന്ത് ചെയ്യണം? അബ്കാരി ഓഫീസർ, അതായത് എക്സൈസ് ഇൻസ്പെക്ടർ എന്ത് ചെയ്യുക? ഉടൻ തന്നെ ആ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ അധികാര പരിധിയിൽ, ആ എക്സൈസ് ഓഫീസറിന്റെ അല്ലെങ്കിൽ ആ ഓഫീസിന്റെ അധികാര പരിധിയിൽ വരുന്ന ആർക്ക് കൊണ്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്? മജിസ്ട്രേറ്റിന് സമർപ്പിക്കണം, കൈമാറണം എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഈസി അല്ലേ? അപ്പോൾ ഒന്നുമില്ല. സെക്ഷൻ 50 പ്രകാരം അബ്കാരി ഓഫീസർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാനുള്ള മജിസ്ട്രേറ്റിന്റെ അധികാര പരിധിയെ പറ്റി പറയുന്നു. അതായത് ഒരു കേസ് കിട്ടിക്കഴിഞ്ഞാൽ കാലതാമസം കൂടാതെ തന്നെ അത് എന്ത് ചെയ്യണം? അന്വേഷിച്ച് കണ്ടെത്തിയിരിക്കണം. കണ്ടെത്തിയ ആ റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കണം? അധികാര പരിധിയിൽ വരുന്ന ആർക്ക് കൊണ്ടു കൊടുക്കണം? ഒരു മജിസ്ട്രേറ്റിന് സമർപ്പിക്കണം. ആ മജിസ്ട്രേറ്റിന് ആ അധികാര പരിധിയിലുള്ള കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ആ കേസ് എടുക്കാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന്റെ അധികാര പരിധി എവിടെ വരെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്ന കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. ഓക്കെ ആണല്ലോ? എളുപ്പമാണല്ലോ? മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാം. സെക്ഷൻ 50A ആണ്. സെക്ഷൻ 50A നോക്കിയേ, റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ കൈക്കൊള്ളാവുന്ന നടപടിക്രമങ്ങൾ. അപ്പോൾ നോക്കിയേ, റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ മജിസ്ട്രേറ്റ്
കേസ് പരിശോധിക്കുകയും, അതായത് എക്സൈസ് ഇൻസ്പെക്ടറിന്റെ അല്ലെങ്കിൽ അബ്കാരി ഓഫീസറിന്റെ കയ്യിൽ നിന്നും റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം? മജിസ്ട്രേറ്റ് ആ കേസ് പരിശോധിക്കുകയും ആ കേസ് സെഷൻ കോടതിയുടെ പരിധിയിൽ വരുന്നതാണെങ്കിൽ, സെഷൻസ് കോടതിയുടെ പരിധിയിൽ വരുന്നതാണെങ്കിൽ സെഷൻ കോടതിയിലേക്ക് ആ കേസ് എന്ത് ചെയ്യുകയും ചെയ്യണം? കൈമാറുകയും ചെയ്യണം, സമർപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ഈ എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ അബ്കാരി ഓഫീസർ നൽകുന്ന റിപ്പോർട്ട് ആരുടൻ തന്നെ പഠിക്കണമെന്ന് പറയുന്നു? ഈ മജിസ്ട്രേറ്റ് ഉടൻ തന്നെ പഠിക്കുകയും അത് സെഷൻ കോടതിക്ക് കൈമാറുകയാണ് എന്നുള്ള സാഹചര്യമാണെങ്കിൽ അത് എന്ത് ചെയ്യുകയും വേണം? സെഷൻ കോടതിക്ക് കൈമാറുകയും ചെയ്യണം എന്ന് പറയുന്ന അബ്കാരി നിയമത്തിലെ വകുപ്പാണ് ഏതെന്ന് പറയുന്നത്? 50A എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഒന്നുകൂടെ ഓർത്തു വെച്ചേക്കുക. സെക്ഷൻ 50A റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ തന്നെ കൈക്കൊള്ളുന്ന നടപടിക്രമങ്ങൾ. അത് എന്ത് ചെയ്യണം? കേസ് നന്നായിട്ട് വായിച്ചു നോക്കണം, പഠിക്കണം. പഠിച്ചതിന് ശേഷം അതൊരു സെഷൻ കോടതിക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു വകുപ്പാണെങ്കിൽ അത് എന്ത് ചെയ്യണം? സെഷൻ കോടതിയിലേക്ക് കൈമാറണം. ആര് കൈമാറണം? മജിസ്ട്രേറ്റ് കൈമാറണം. ഓക്കെ ആണല്ലോ? കിട്ടുന്നുണ്ടല്ലോ? അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. സെക്ഷൻ 51 മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടറിനുള്ള അധികാര പരിധിയെ കുറിച്ച് പരാമർശിക്കുന്നു. അപ്പോൾ നോക്കിയ സെക്ഷൻ 51 സാക്ഷികളെ ഹാജരാക്കുവാനുള്ള, കണ്ടോ, സാക്ഷികളെ ഹാജരാക്കുവാനുള്ള അബ്കാരി ഇൻസ്പെക്ടറുടെ അധികാര പരിധിയെ കുറിച്ച് പരാമർശിക്കുന്നു. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക, സെക്ഷൻ 51 എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടറിനുള്ള അധികാര പരിധിയെ കുറിച്ച് പരാമർശിക്കുന്ന സെക്ഷനാണ് ഏതെന്ന് പറയുന്നത്? 51. അപ്പൊ സെക്ഷൻ 51 എന്താണ്? അധികാര പരിധിയാണ്. അല്ലെങ്കിൽ ആരുടെ അധികാര പരിധി? മജിസ്ട്രേറ്റിന് മുന്നിൽ സാക്ഷികളെ ഹാജരാക്കാൻ അബ്കാരി ഇൻസ്പെക്ടറിനുള്ള അധികാര പരിധിയെ കുറിച്ച് പരാമർശിക്കുന്നു സെക്ഷൻ 51. എന്നാൽ സെക്ഷൻ 52 എന്താണെന്ന് നോക്കാം. പെട്ടെന്ന് പഠിച്ചോണം. നോക്കിയേ, മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതി ഇല്ലാതെ ഒരു വ്യക്തിയെ 24 മണിക്കൂറിൽ കൂടുതൽ കസ്റ്റഡിയിൽ വെക്കാൻ കഴിയില്ല എന്ന് പ്രതിപാദിക്കുന്നു. അപ്പോൾ മജിസ്ട്രേറ്റിന്റെ വ്യക്തമായിട്ടുള്ള അനുമതിയോടുകൂടി മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ എത്ര മണിക്കൂർ വരെ വെക്കാൻ, എത്ര മണിക്കൂറിന് ശേഷം വെക്കാൻ പാടുള്ളൂ? 24 മണിക്കൂറിന് ശേഷം കസ്റ്റഡിയിൽ വെക്കണമെങ്കിൽ ആരുടെ പ്രത്യേക അനുമതി വേണമെന്നാണ് പറയുന്നത്? മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതി വേണമെന്ന് പറയുന്നു. ഓർത്തു വെച്ചിരിക്കുക, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. സ്റ്റാർ സാധനമാണ്. അപ്പോൾ നോക്കിയേ, മജിസ്ട്രേറ്റിന്റെ പ്രത്യേക അനുമതി ഇല്ലാതെ ഒരു വ്യക്തിയെ 24 മണിക്കൂറിൽ കൂടുതൽ എവിടെ വെക്കാൻ പാടില്ല? കസ്റ്റഡിയിൽ വെക്കാൻ പാടില്ലെന്ന് പറയുന്ന നിയമം അല്ലെങ്കിൽ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ വകുപ്പ് 52 ആണ്. ഏതാണ്? 52 ആണ്. കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. 52. അപ്പോൾ സെക്ഷൻ 52 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 24 മണിക്കൂറിൽ കൂടുതൽ ഒരു പ്രതിയെ കസ്റ്റഡിയിൽ വെക്കണമെങ്കിൽ ആരുടെ അനുമതി ഉണ്ടായിരിക്കണം? മജിസ്ട്രേറ്റിന്റെ അനുമതി ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ അടുത്ത ഭാഗം നമുക്ക് നോക്കാം. എന്താണെന്ന് പറയുന്നത് ദേ വരുന്നു. സെക്ഷൻ 53B ആണ്. പിടിച്ചെടുത്ത വസ്തുക്കളിൽ മേലുള്ള കോടതിയുടെ അധികാര പരിധിയാണ്. അപ്പോൾ കോടതി പിടിച്ചെടുക്കുന്ന വസ്തുക്കളുണ്ടല്ലോ, അതായത് കേസിന്മേൽ പിടിച്ചെടുക്കുന്ന ഏതൊരു വസ്തുവിനും കോടതിക്കുള്ള അധികാര പരിധിയെ പറ്റി പറയുന്നു. ഈ നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏതൊരു വാഹനമോ മറ്റ് യാത്രാമാധ്യമോ കസ്റ്റഡിയിൽ എടുക്കാവുന്നതോ തടഞ്ഞു വെക്കാവുന്നതോ ആണ്. അപ്പോൾ കോടതിക്ക് നിങ്ങൾ കാണാറുണ്ട് പല എക്സൈസ് ഓഫീസറിന്റെ മുന്നിലോ അല്ലെങ്കിൽ പലയിടങ്ങളിലും ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ കടത്തിക്കൊണ്ട് പോകുവാൻ വേണ്ടി ഉപയോഗിച്ച വാഹനങ്ങള്, അതേപോലെ മറ്റു വസ്തുക്കള് അല്ലെങ്കിൽ എന്ത് കാര്യമായാലും അത് എന്ത് ചെയ്യാനുള്ള, പിടിച്ചെടുക്കുവാനും കൈവശം വെക്കുവാനും ആർക്ക് അധികാരമുണ്ട്? ഈ നിയമപ്രകാരം കോടതിക്ക് അധികാരമുണ്ട് എന്നാണ് പറയുന്നത്. നോക്കിയേ, പിടിച്ചെടുത്ത വസ്തുക്കളിന്മേലുള്ള കോടതിയുടെ അധികാര പരിധിയാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യം ഓർത്തോണം. ഈ നിയമപ്രകാരം കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ഏതൊരു വണ്ടിയാണോ, വണ്ടിയെ സ്പിരിറ്റ് കടത്തുന്ന ലോറിയൊക്കെ കണ്ടില്ലേ, മറ്റ് യാത്രാമാധ്യമമോ മറ്റേത് സാധനമാണെങ്കിലും ഇവർ എന്താണോ ഉപയോഗിച്ചത് അത് കസ്റ്റഡിയിൽ എടുക്കാവുന്നതോ തടഞ്ഞു വെക്കാവുന്നതോ ഉള്ള അധികാരം ആർക്കുണ്ട്? കോടതിക്കുണ്ടെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 53B. എളുപ്പമാണ്, മറന്നുപോകല്ലേ. സെക്ഷൻ 53B പിടിച്ചെടുത്ത വസ്തുക്കളിന്മേലുള്ള കോടതിയുടെ അധികാര പരിധി. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത് നോക്കി, ആരാണ് അബ്കാരി ഓഫീസർ എന്നതാണ് പറയുന്നത്. എക്സൈസ് കമ്മീഷണറെയാണ് അബ്കാരി ഓഫീസർ എന്ന് വിളിക്കപ്പെടുന്നത്. അപ്പോൾ എക്സൈസ് കമ്മീഷണറെ വിളിക്കുന്ന പേരാണ് എന്ത്? അബ്കാരി ഓഫീസർ എന്നത്. സെക്ഷൻ 4 സെക്ഷൻ 5 അനുസരിച്ച് ഈ ചുമതലകൾ നിർവഹിക്കാൻ നിയമപരമായ നിയോഗിക്കപ്പെട്ട ഏതൊരു ഉദ്യോഗസ്ഥനെയും എന്ത് പേരിൽ വിളിക്കാം? അബ്കാരി ഓഫീസർ എന്ന പേരിൽ നമുക്ക് വിളിക്കാം. അപ്പോൾ സെക്ഷൻ 5ഉം സെക്ഷൻ 4ഉം പറയുന്ന കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥർ. അപ്പോൾ ഇത് പ്രകാരം സെക്ഷൻ 4ലെയും സെക്ഷൻ 5ൽ പറയുന്ന ഏതൊരു കുറ്റകൃത്യത്തെ പറ്റിയും അല്ലെങ്കിൽ ഏതൊരു കാര്യത്തെ പറ്റിയും അന്വേഷിക്കുവാൻ
നിയോഗിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ നമുക്ക് ഏത് പേരിൽ വിളിക്കാം? യെസ്, അബ്കാരി ഓഫീസർ അല്ലെങ്കിൽ എക്സൈസ് കമ്മീഷണർ എന്ന് നമുക്ക് വിളിക്കാം എന്നതാണ് ഓർത്തു വെച്ചിരിക്കുക. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. മദ്യത്തിന്റെ കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ. സിലബസിൽ പറയുന്ന കാര്യങ്ങളാണ്. മദ്യത്തിന്റെ കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ. മദ്യമോ മറ്റു ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിന്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെയോ അനുമതി കൂടാതെ ഇറക്കുമതി ചെയ്യരുത് എന്ന് അനുശാസിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 6. ഓർത്തു വെച്ചിരിക്കുക, ഇത് ഉത്തരമാണ്. അപ്പോൾ നോക്കിയേ, ഇന്ത്യയിലെ പറയുന്നു മദ്യമോ മറ്റു ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിന്റെയോ സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെയോ അനുമതി കൂടാതെ ഇറക്കുമതി ചെയ്യരുതെന്ന് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ സെക്ഷൻ 6. വകുപ്പ് എത്രയാണ്? 6 ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, വകുപ്പ് എത്ര വരുന്നു? വകുപ്പ് 6 ആണ് വരുന്നത്. ഓർത്തിരിക്കണം. അതായത് കയറ്റുമതി, മദ്യത്തിന്റെ കയറ്റുമതി, ഇറക്കുമതി, മദ്യമോ മറ്റു ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിന്റെയോ സർക്കാർ ഏർപ്പെടുത്തിയ ഉദ്യോഗസ്ഥന്റെയോ അനുമതി കൂടാതെ ഇറക്കുമതി ചെയ്യരുത്, ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. അതായത് ഹെഡിങ് നോക്കിയേ, മദ്യത്തിന്റെ കയറ്റുമതി, ഇറക്കുമതി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? ഇറക്കുമതി ചെയ്യുന്ന, കണ്ടോ, സർക്കാരിന്റെയോ സർക്കാർ ഉദ്യോഗസ്ഥരുടെയോ അനുമതി കൂടാതെ ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുന്ന സെക്ഷനാണ് വകുപ്പ് 6, സെക്ഷൻ 6 എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക, വകുപ്പ് 6 അല്ലെങ്കിൽ സെക്ഷൻ 6 പറയുന്നു മദ്യമോ മറ്റു ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ സർക്കാരിന്റെയോ സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അനുമതി കൂടാതെ നമ്മുടെ നാട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രദേശത്തേക്ക് ഇറക്കുമതി ചെയ്യാൻ പാടില്ല എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് അല്ലെങ്കിൽ സെക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് സെക്ഷൻ? സെക്ഷൻ 6 ആണ്. കിട്ടിയോ? എളുപ്പമല്ലേ? അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക. ഇത്രയും കാര്യങ്ങളും അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സെക്ഷൻ 7. നമ്മളിപ്പോ സെക്ഷൻ 6 പഠിച്ചു. അപ്പോൾ സെക്ഷൻ 7 എന്താണെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 7 പറയുന്നത് എന്താണെന്ന് നോക്കിയേ, മദ്യമോ മറ്റുള്ളവരെ ലഹരി പിടിപ്പിക്കുന്ന വസ്തുക്കളോ അനുമതി കൂടാതെ കയറ്റുമതി. സെക്ഷൻ 6 ഇറക്കുമതി. അപ്പോൾ സെക്ഷൻ 7 എന്തായിരിക്കും? കയറ്റുമതിയാണ്. മദ്യമോ മറ്റു ലഹരി പിടിപ്പിക്കുന്ന പദാർത്ഥങ്ങളോ ആരുടെ അനുമതിയില്ലാതെ, അനുമതി കൂടാതെ ഗവൺമെന്റിന്റെയോ സർക്കാർ നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ അനുമതി കൂടാതെ കയറ്റുമതി ചെയ്യരുതെന്ന് അനുശാസിക്കുന്ന അബ്കാരി ആക്ടിലെ വകുപ്പാണ് ഏതെന്ന് പറയുന്നത്? സെക്ഷൻ 7 അല്ലെങ്കിൽ വകുപ്പ് 7 എന്ന് പറയുന്നു. മറ്റേത് 6 എന്തായിരുന്നു? ഇറക്കുമതി. അപ്പോൾ 7 എന്താണ്? കയറ്റുമതിയാണ്. അടുത്ത നോക്കിയേ, ചാരായത്തിന് നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, കൈവശം വെക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെ കുറിച്ച് പരാമർശിക്കുന്നു. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ വലിയ സാധ്യതയുള്ള ഒന്നാണ്. ചാരായ നിരോധനം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചാരായത്തിന് നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, കൈവശം വെക്കൽ, വിൽപ്പന എന്നിവയുടെ നിരോധനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ചാരായ നിരോധനത്തെ പറ്റി പ്രതിപാദിക്കുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണും കൂട്ടി പറയാം, സെക്ഷൻ 8 ആണ്. കാരണം എഴുതി, ചാരായത്തിന്റെ നിർമ്മാണം, കയറ്റുമതി, ഇറക്കുമതി, കടത്തൽ, കൈവശം വെക്കൽ, വിൽപ്പന. കൈവശം വെക്കാൻ പാടില്ല, വിൽക്കാൻ പാടില്ല, കയറ്റുമതി ചെയ്യാൻ പറ്റത്തില്ല. ഇതിനെ എല്ലാവരെയും നിരോധിച്ചതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന വകുപ്പ് സെക്ഷൻ 8. ഓക്കെയാണോ? അബ്കാരി ആക്ടിലെ സെക്ഷൻ 8 ആണ് ഈ പറഞ്ഞിരിക്കുന്ന കാര്യം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പൊ എളുപ്പമാണ്. 6ഉം 7ഉം 8ഉം സെക്ഷൻ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിച്ചു വെക്കാവുന്നതാണ്. എന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പഠിച്ചിരിക്കണം, പഠിച്ചേ പറ്റൂ. നമുക്ക് നമ്മുടെ പരീക്ഷയാണ് പ്രാധാന്യം. നമുക്ക് അവിടെ നിന്നും ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ 4 മാർക്ക് കിട്ടുന്നതാണ്. ഈ അബ്കാരി ആക്ടിൽ നിന്ന് 4 മാർക്കാണ്. 4 മാർക്ക് നമ്മൾ മേടിച്ചിരിക്കും. ഉറപ്പായിട്ട് നമ്മൾ പറയുന്ന ചോദ്യങ്ങളെ ഉണ്ടായിരിക്കത്തുള്ളൂ. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. നോക്കി, മദ്യം കടത്തുന്നത് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ അല്ലെങ്കിൽ മദ്യമോ മറ്റു ലഹരി വസ്തുക്കളോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ സർക്കാർ വിജ്ഞാപനവുമായി പുറപ്പെടുവിപ്പിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിരിക്കുന്ന സെക്ഷൻ. അപ്പോൾ മദ്യം കടത്തുന്നത് നിരോധിച്ചിരിക്കുന്ന സെക്ഷൻ അല്ലെങ്കിൽ സെക്ഷൻ മദ്യം നിരോധിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സെക്ഷനാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ മദ്യമോ മറ്റു ലഹരി വസ്തുക്കളോ മറ്റൊരു ലഹരി വസ്തുക്കളോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കടത്തുന്നത് നിരോധിക്കുന്ന നിയമങ്ങൾ. അതായത് ഈ പറയുന്ന ഇതെല്ലാം നിരോധിക്കുമല്ലോ. മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ഇന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകുന്നത് നിയമപരമായ കുറ്റമാണ്, അല്ലെ? ഗോവയിലൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാർ കള്ളും കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിടിക്കും. അതേപോലെ തന്നെ പോണ്ടിച്ചേരിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ, അല്ലെ, അതായത് നമ്മുടെ മാഹിയിലൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാർ അവിടെ നിന്ന് മാത്രമേ മദ്യം കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് പറയുന്ന നിയമം അതെന്ത് ചെയ്തിരിക്കണം? സർക്കാര് വിജ്ഞാപനമായിട്ട് പുറപ്പെടുവിച്ചിരിക്കണം. ഇങ്ങനത്തുള്ള കാര്യം എന്ത് ചെയ്യണം? സർക്കാർ വിജ്ഞാപനമായിട്ട് പുറപ്പെടുവിപ്പിച്ചിരിക്കണം എന്ന് എടുത്തു പറയുന്ന വകുപ്പാണ് സെക്ഷൻ ഏതെന്ന് പറയുന്നത്? സെക്ഷൻ 9. കണ്ടിട്ടില്ലേ?
ഗോവയിലൊക്കെ ടൂർ പോകുന്ന ആൾക്കാർ മദ്യം മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ അവരെ തടയും അല്ലെ. എല്ലാ ടൂറിസ്റ്റ് ബസ്സുകൾ പോകുന്ന വണ്ടികളെല്ലാം തടഞ്ഞു നിർത്തി നോക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെ, നമ്മുടെ കേരളത്തിൽ തന്നെയാണ് മാഹി, പുതുച്ചേരിയുടെ ഭാഗമാണ്. അവിടെ പോയി അത് മദ്യമൊക്കെ മേടിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് കഴിച്ചോണം. ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതെന്താണ്? കേസാണ്. മദ്യം കടത്തലാണ്. അതൊക്കെ കേസാണ്, വകുപ്പാണ് നമ്മൾ പഠിക്കുന്നത്. ആ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതെന്ത് ചെയ്തിരിക്കണം? അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് സർക്കാർ വിജ്ഞാപനമായിട്ട് എന്ത് ചെയ്തിരിക്കണം? പുറപ്പെടുവിപ്പിച്ചിരിക്കണം എന്ന് അബ്കാരി ആക്ടിലെ സെക്ഷൻ 9 പറഞ്ഞിരിക്കുന്നു. ഓക്കെ ആണോ? മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ഭാഗം നമുക്ക് നോക്കാം. മദ്യത്തിന്റെയോ മറ്റ് ലഹരി വസ്തുക്കളുടെയോ കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദീയമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന വകുപ്പ്. മദ്യമോ മറ്റു ലഹരി വസ്തുക്കളോ ഇന്ന സാഹചര്യങ്ങളിലൊക്കെ അല്ലെ ചില സാഹചര്യങ്ങളിലൊക്കെ കടത്തിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞിരിക്കുന്ന വകുപ്പ്. ചില സാഹചര്യങ്ങളൊക്കെ മദ്യം കൊണ്ടുപോകാം, അല്ലെങ്കിൽ മദ്യം അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പറയുന്ന വകുപ്പ് അബ്കാരി ആക്ടിലെ വകുപ്പാണ് സെക്ഷൻ 10. കൊണ്ടുവരാനേ പാടില്ല എന്നുള്ള കാര്യം വിജ്ഞാപനമായിട്ട് പുറപ്പെടുവിപ്പിക്കണം 9. ചില സാഹചര്യങ്ങൾ അനുവദീയമാണെന്ന് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 10. ഇനി അടുത്ത് നോക്കിയേ. മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ പെർമിറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ. അപ്പോൾ മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ ചുമ്മാ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനെന്ത് വേണം? പെർമിറ്റുകൾ, ലൈസൻസുകൾ വേണം. ആ പെർമിറ്റുകളെയും ലൈസൻസുകളെയും പറ്റി പ്രതിപാദിക്കുന്ന നമ്മുടെ അബ്കാരി ആക്ടിലെ വകുപ്പ് കാണാതെ പഠിച്ചു വെച്ചേക്കണം. സെക്ഷൻ 11. ഏതാണ്? സെക്ഷൻ 11. അപ്പോൾ നമ്മൾ ഓർഡർ ആയിട്ട് പഠിച്ചു വരികയാണ്. 10 നമ്മൾ പറയുന്നു, 11 നമ്മൾ പറയുന്നു. 10 നമ്മൾ എന്ത് പറഞ്ഞു? വിജ്ഞാപനമായിട്ട് പുറപ്പെടുവിപ്പിക്കണം എന്ന് പറയുന്നു സർക്കാർ. മദ്യത്തിന്റെ മറ്റു ലഹരി വസ്തുക്കളുടെ കടത്തൽ ഏതൊക്കെ സന്ദർഭങ്ങളിൽ അനുവദീയമാണെന്ന് പറയുന്നു സെക്ഷൻ 10. മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ കൊണ്ടുപോകുന്നതിന് ആവശ്യമായ പെർമിറ്റുകൾ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നത് സെക്ഷൻ 11. അപ്പോൾ മദ്യമോ മറ്റു ലഹരി പദാർത്ഥങ്ങളോ കടത്തിക്കൊണ്ടു പോകുന്ന അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യുന്നതിന് പെർമിറ്റ് ഉണ്ടായിരിക്കണമെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്ന അബ്കാരി ആക്ടിലെ വകുപ്പ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സെക്ഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 11 11. കിട്ടിയല്ലോ. അടുത്ത ഭാഗം നമുക്ക് നോക്കാം. നോക്കിയേ. മദ്യം വിൽക്കുവാനുള്ള അധികാരത്തെ പറ്റി പറയുന്നു. നോക്കാം. കള്ളൊഴികെയുള്ള മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന സെക്ഷൻ. അപ്പോൾ ഓർത്തിരിക്കുക, കള്ളൊഴികെയുള്ള മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 15. കള്ളൊഴികെയുള്ള മദ്യവും മറ്റു ലഹരി പദാർത്ഥങ്ങളും വിൽക്കുന്നത് നിരോധിക്കാമെന്ന് പറയുന്ന സെക്ഷൻ 15. അടുത്ത നോക്കിയേ. കള്ള് ചെത്താൻ അവകാശമുള്ള വ്യക്തിക്ക് ലൈസൻസ് ഇല്ലാതെ തന്നെ കള്ള് നിർമ്മിക്കാനോ വിൽക്കാനോ വേണ്ടി ലൈസൻസ് ഉള്ള ഒരാൾക്ക് കൈമാറാവുന്നതാണ് എന്നും സെക്ഷൻ 15 പറയുന്നു. അപ്പൊ കള്ള് ചെത്താൻ അവകാശമുള്ള ഒരു വ്യക്തിക്ക്, അപ്പോൾ കള്ള് ചെത്താനുള്ള ആൾക്കാരുണ്ടല്ലോ, ചെത്തുകാരെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, കള്ള് ചെത്തുന്ന ഈ പന്നിയിലും അതേപോലെ തന്നെ ഈ തെങ്ങിലൊക്കെ കള്ള് ചെത്തുന്ന ആൾക്കാരുണ്ട്. ഈ കള്ള് ചെത്തുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് ലൈസൻസ് ഒക്കെ വേണോ? വേണ്ട. പക്ഷേ അവർ ചെത്തിയെടുക്കുന്ന സാധനം അവർക്ക് എന്ത് ചെയ്യാൻ പാടില്ല? വിൽക്കാൻ. അവർ കൊണ്ടുപോയി വിൽക്കാനോ അല്ലെങ്കിൽ വേറൊരാൾക്ക് മറച്ചു വയ്ക്കാനോ ഒന്നും പാടില്ല. അത് വിൽക്കാൻ ആരുടെ കൊടുക്കണം? ലൈസൻസ് ഉള്ള ഒരാൾക്ക് കൈമാറാവുന്നതാണ് എന്ന് പറയുന്നത് സെക്ഷൻ 15 ലൈസൻസ് ഉള്ള ആളാണെങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അത് വിൽക്കാൻ പാടുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. എളുപ്പമാണെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. എന്താണെന്ന് നോക്കാം. സെക്ഷൻ 15 പ്രകാരം മദ്യവിൽപ്പനയിലെ ഗണത്തിൽ പെടുന്നവ ഏതൊക്കെയാണ്? സെക്ഷൻ 15 പ്രകാരം മദ്യവിൽപ്പന അല്ലെങ്കിൽ മദ്യം എന്ന ഗണത്തിൽ പെടുന്നവ ഏതൊക്കെയാണെന്ന് നോക്കാം. മദ്യം ഏതെങ്കിലും തരത്തിൽ കൈമാറുകയോ സമ്മാനമായി നൽകുകയോ ചെയ്താലും അത് വിൽപ്പനയായി കണക്കാക്കുന്നു. അപ്പോൾ മദ്യത്തിന്റെ വിൽപ്പന എന്ന് പറയുന്നത് ഏതൊക്കെ സാഹചര്യത്തിലാണ് എന്ന് നോക്കാം. അപ്പോൾ ഹെഡിങ് മനസ്സിലായോ? സെക്ഷൻ 15 പ്രകാരം മദ്യവിൽപ്പനയിലെ ഗണം, അതായത് ഈ കള്ള് വിൽക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. അപ്പൊ നമുക്കെല്ലാവർക്കും ബിവറേജുകളുണ്ട്, അതേപോലെ ബാറുകളുണ്ട്, അതേപോലെ ബിയർ ആൻഡ് വൈൻ പാർക്കുകളുണ്ട്, അതേപോലെ തന്നെ കള്ള് ഷാപ്പുകളുണ്ട്. ഇതൊക്കെ കൂടാതെ ചില സാഹചര്യങ്ങളിൽ ആർക്കറിയും മറച്ചു വെക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനത്തെ ഉള്ള സാഹചര്യം അതൊക്കെ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പാടില്ല. അവയെ പറ്റി പറയുകയാണ്. എങ്ങനെയൊക്കെയാണ് മദ്യം വിൽക്കുന്നത് എന്ന് പറയുന്നത്. മദ്യം ഏതെങ്കിലും തരത്തിൽ കൈമാറുകയോ സമ്മാനമായി നൽകുകയോ ചെയ്താലും അത് വിൽപ്പനയായി കണക്കാക്കുന്നു. ഒരാൾക്ക് എവിടുന്നേലും കൊണ്ടുവന്ന് 1-2 സർക്കാർ പറയുന്ന അനുവദനീയമായതിനേക്കാൾ ബില്ലൊന്നും ഇല്ലാത്ത മദ്യമോ മറ്റോ സാധനമോ ഒരാൾക്ക് സമ്മാനമായിട്ട് കൊടുത്താലും അതെന്തായിട്ടേ കണക്കാക്കത്തുള്ളൂ? മദ്യത്തിന്റെ വിൽപ്പനയായിട്ടേ കണക്കാക്കാൻ പറ്റത്തുള്ളൂ. കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് വഴിയാണ് കേരളത്തിൽ എന്ത് ചെയ്യുന്നത്? മദ്യങ്ങൾ വിൽക്കുന്നത്.
അല്ലെ, സർക്കാർ അംഗീകരിച്ച ബാറുകളും അതേപോലെ തന്നെ സംസ്ഥാനത്തിന്റെ തന്നെ ബിവറേജ് കോർപ്പറേഷൻ വഴിയാണ് മദ്യം കേരളത്തിൽ വിൽക്കുന്നത്. അപ്പോൾ കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ഓർത്തു വച്ചിരിക്കുക 1984 ഫെബ്രുവരി 23 ഏത് വർഷമാണ്? 1984 ഫെബ്രുവരി 23 എന്ത് സ്ഥാപിതമായത്? കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ. അടുത്ത് നോക്കിയേ, കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ GK-ക്കകത്തൊക്കെ പഠിക്കുന്നതാണ്, എളുപ്പമാണ്, പഠിച്ചു വെക്കണം. ഇനി അടുത്ത് നോക്കിയേ, വൈൻ, ബ്രാൻഡി, ഷാമ്പെയിൻ, ഷെറി, റം, ജിൻ, വിസ്കി, ബിയർ തുടങ്ങിയ സ്പിരിറ്റ് അടങ്ങിയ എല്ലാ ഉൽപ്പന്നങ്ങളും 1963 കേരള ജനറൽ സെയിൽസ് ടാക്സ് ആക്ട് പ്രകാരം വിദേശ മദ്യങ്ങളായിട്ട് കണക്കാക്കുന്നു. ഈ മുകളിൽ പറഞ്ഞ എല്ലാ ഇനങ്ങളിൽ വരുന്ന സാധനങ്ങളെയും 1963 കേരള ജനറൽ സെയിൽസ് ആൻഡ് ടാക്സ് ആക്ട് പ്രകാരം എന്തായിട്ട് കണക്കാക്കുന്നു? വിദേശ മദ്യങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. റമ്മ്, അതേപോലെ ജിന്ന്, അതേപോലെ വിസ്കി, ബിയർ, ബ്രാൻഡി, വൈൻ, ഷാമ്പെയിൻ. ഇതുകൊണ്ടാണ് വിദേശ മദ്യ ഷോപ്പ് എന്ന് നമുക്ക് ബിവറേജസ് കോർപ്പറേഷന്റെ പേര് വിദേശ മദ്യ ഷോപ്പ് എന്നാണ്. ഈ സാധനങ്ങളെല്ലാമാണ് അവിടെ കച്ചവടം ചെയ്യുന്നതെന്നുള്ള കാര്യം അപ്പോൾ ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ ഇതിനെയെല്ലാം കൂടെ, ഈ ഒരു സാധനത്തെ എല്ലാം നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു? വിദേശ മദ്യം എന്ന പേരിൽ വിളിക്കുന്നു. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? എളുപ്പമല്ലേ ഈ ഒരു ഭാഗം പഠിക്കാൻ? വളരെ സിമ്പിൾ ആയിട്ടുള്ള സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് സിമ്പിൾ ആക്കാൻ പറ്റത്തില്ല. എന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചെടുക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും നല്ല ബെറ്റർ ഓപ്ഷൻ. നമുക്ക് ഇങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ലിസ്റ്റിൽ ഇടം പിടിക്കാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഇന്നിവിടെ നോക്കിയത് ഈ പറയുന്ന അബ്കാരി ആക്ട് 1977 ചില പ്രധാനപ്പെട്ട തുടക്ക ഭാഗങ്ങളെ പറ്റിയാണ് പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് കരുതുകയാണ്. ഈസിയാണ്, സിമ്പിൾ ആണ്. ഒന്നുകൂടി പറയുകയാണ്, എന്റെ കൂടെ തന്നെ നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് ഈ ഭാഗത്ത് നിന്ന് 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി അടുത്ത ഭാഗവുമായിട്ട്, അബ്കാരി ആക്ടിന്റെ 2ാമത്തെ ഭാഗവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി.